വിഷ് മീ ലക്ക്. ഓൾ ദ ബെസ്റ്റ്. ആ അടിക്ക് അടിക്ക് നല്ല കൊടുക്ക്. ആ പേകേറിന്ന് പറഞ്ഞിട്ട് കുറുമ്പ് കാണിക്കില്ലേ? അടിക്ക്. ആരെന്ന് നിന്റെ തന്നെ സിനിമ നടിയാന്നാ മഞ്ജു വാര്യന്ന് വിചാരം? ഇടുവാ പേങ്കിട് വരാൻ പറയുന്നു മുടി വിട്ട് വലിച്ചിട്ട്. എന്തൊരു കഷ്ടല്ലേ കൂട്ടുകാരെ. പേയായിട്ട് അഭിനയിക്കാൻ വേണം, അടിയും മേടിക്കണം. അപ്പൊ ഇന്ന് പറയുന്നുണ്ട് അടിക്കല്ലേ പേയായിട്ട് ഞാൻ അഭിനയിക്കുന്നുണ്ടെന്ന്. വല്ലാത്ത അടിയില്ലേ? തീർച്ചയായും സാർ, ഇതിനൊന്നല്ല, സാറിന്റെ ഏത് പ്രവർത്തനത്തിനും ഞാൻ കൂടെയുണ്ട്, എന്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട്. കൂട്ടുകാരെ, നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും വണ്ടി ഇടിച്ചിട്ട് ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന്. അതൊന്നും അല്ലാന്നേ. ട്രിപ്പ് പോവാന്ന് പറഞ്ഞിട്ട് വാക്കൊക്കെ കൊടുത്തിട്ട് മുങ്ങിയിട്ട് അന്നത്തെ ദിവസം കാലത്ത് പാല് മേടിക്കാൻ പോകുമ്പോ ഫ്രണ്ട്സൊക്കെ പൊക്കി കൊണ്ടുപോണതാ ട്രിപ്പിന്. വല്ലാത്ത അതിലെന്തിനിങ്ങനെ വാക്ക് കൊടുക്കണേ? പാവത്തിനെ പറഞ്ഞിട്ട് കാര്യമില്ലാന്നേ. ഭാര്യ വിടാഞ്ഞിട്ടാ. കല്യാണം കഴിഞ്ഞ ഭാര്യമാരൊന്നും ഫ്രണ്ട്സിന്റെ കൂടെ ട്രിപ്പിന് വിടൂല. വല്ലാത്ത അതിയാണ്. എന്തായി സംഗതി ഏറ്റോ? ഏറ്റു മുട്ടി. പിടിച്ചു നക്കി. എന്തിനിപ്പം പിടിച്ചു പിടിച്ച് നക്കാ നിക്കണത്? തൊപ്പി ഉരിയച്ചോട്ടാ. അല്ലെങ്കിൽ ആൾക്കാർ വരെ തൊപ്പിയുടെ ഗാങ്ങണ്. തൊപ്പിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പങ്കിട്ടും കിട്ടും തല്ലൂടിയിട്ടാവന്മാര് മറ്റേതാന്നാ പറയണേ. വല്ലാത്തിയതില്ലേ? അതാവ നിക്കണ്ടേട്ടാ. കൂട്ടുകാരെ ഒരു മിസ് കോള് വന്നാന്നേ. പിന്നെ രണ്ടുപേരും അങ്ങോട്ട് വിട്ടും മിണ്ടിയും പറഞ്ഞിരുന്ന് ട്രൂലബായി. 19 വയസ്സുള്ള ഈ കൊച്ചേർക്കാൻ 40 വയസ്സുള്ള 5 മക്കളുള്ള ഈ അമ്മായിനെ കല്യാണം കഴിച്ചു. 19 വയസ്സുകാരന്റെ കുതിപ്പും 40 വയസ്സുകാരിയുടെ ഇത് പോകുമ്പോ വല്ലാത്തിയതിയാവും. അമ്മായിക്ക് ഇപ്പൊ ലാഭമായില്ല. 5 മക്കളുടെ കൂടെ ഒരു മൂത്ത മകനെയും കൂടി കിട്ടിയില്ല. മകന്റെ സ്നേഹവും ഭർത്താവിന്റെ ശുശ്രൂഷയും കിട്ടും വയസ്സാം കാലത്ത്. വല്ലാത്തിയതി. മിസ് കോൾ വരുമ്പോ ഒന്ന് എടുക്കല്ലേട്ടോ കൂട്ടുകാരെ. വല്ലാത്തിയതിയാവും. എന്നാ പല്ലുവനെയാണോ? കൂട്ടുകാരെ 3 കൂട്ടുകാരന്മാര് കൂടി ബിസിനസ് പ്ലാൻ ചെയ്യുന്നത് ചായക്കടയിൽ വന്നിട്ട് ചായം കുടിക്കേണ്ട ഒരു ബിസ്ക്കറ്റ് തിന്നുന്നുണ്ട്. പൈസ വയ്ക്കുമ്പോ പറയുന്നു ബിസിനസ് വളരട്ടെ അപ്പൊ തരാന്ന്. എന്നും തന്നെ പരിപാടി. ചായ കുടിക്കാൻ ബിസ്ക്കറ്റ് ഇന്ന, പൈസ വയ്ക്കുമ്പോ ബിസിനസ് വളരട്ടെ. ഇപ്പൊ എന്തായി? ആ കട അങ്ങോട്ട് പൂട്ടിപ്പോയി. ആ ചായക്കടക്കാരനും ഇവരൊപ്പം കൂടിയിട്ട് വേറൊരു കടയുടെ മുന്നിൽ പോയി ബിസിനസ് പ്ലാൻ ചെയ്യുന്നു. ഇനി ആ കട എന്നാണ് പൂട്ടണെന്ന് അറിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ. വെറുതെ കിടന്ന് ബിസിനസ് പ്ലാൻ ചെയ്യണം. ആ കൂട്ടുകാരന്മാർക്ക് ഇതൊന്നും അയച്ചു കൊടുക്കും. വല്ലാത്തിയാവട്ടെ. നമ്മളെ വിളിച്ച കട്ടിയുള്ള പാട്ടൊക്കെ പാടണത്. എന്റെ പൊന്നെ സുഹറ, ഈ പാട്ടൊന്ന് ട്രൈ ചെയ്തൊക്കെ. ആനന്ദ ബാസുകൾ വല്ലാത്ത ജതിയേ. കൂട്ടുകാരെ, കുറുമ്പന്റെ മൂക്കില് മൂക്കട്ടായോണ്ട് അത് എടുക്കാൻ വേണ്ടിട്ട് വാക്സ് ചെയ്തേക്കാം. പിടിച്ചിട്ട് വലിച്ചിട്ട് മൂക്കട്ട വരുന്നില്ല. ആ ബെഡ്സ് കയ്യിൽ പോകും. ഇനിയിപ്പോ മൂക്കട്ടാരും കാണൂലല്ല. മൂക്കട്ട എടുക്കാൻ വേണ്ടിട്ട് അച്ചിട്ടത് അവിടെ ഇരുന്നു. എന്തിനു മൂക്കട്ട എടുക്കാൻ വേണ്ടിട്ട് അച്ചിടാൻ പോയത്? കയ്യോണ്ട് മൂക്കട്ട എടുത്തൂടെ? വല്ലാത്തതി. കൂട്ടുകാരെ, എല്ലാ മേഖലയിലും കോമ്പറ്റീഷൻ ആണല്ലോ. ഇപ്പൊ സ്വാമിമാരുടെ ഇടയിലും കോമ്പറ്റീഷൻ. നിന്നെ ഈ മേഖലയിൽ കണ്ടിട്ടില്ലല്ലോ. നീ എന്തിനാ എൻ്റെ അടുത്ത് വന്നിരിക്കണെന്ന് പറഞ്ഞിട്ട് ആ സ്വാമിനെ പിടിച്ചടിക്കുക. ഭക്തജനങ്ങൾ എങ്ങനെ എൻ്റെ അടുത്ത് വരുന്നു? നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യണേ? ഒരാൾ ഒരു പഞ്ചായത്തിലും ഒരാൾ മറ്റേ പഞ്ചായത്തിലും ഇരുന്നൂടെ? അപ്പൊ ഭക്തജനങ്ങൾക്ക് നിങ്ങൾ ദർശനം കൊടുത്തൂടെ? വല്ലാത്തിയതിയാണ് തല്ലൂടാൻ നിൽക്കുന്നു. കോമ്പറ്റീഷൻ ആക്കല്ലോട്ടോ ഈ ഫീൽഡ്. കൂട്ടുകാരെ, മാർക്കറ്റിൽ ദിവസം പുതിയ ദൈവങ്ങൾ ഇറങ്ങാന്നേ. ഇതൊക്കെ ഭക്തജനങ്ങൾക്ക് നക്കി കൊടുക്ക. പുതിയ ദൈവം വല്ലാത്തിയതിയില്ലേ? സ്ത്രീകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഭക്തജനങ്ങള്. അവരിങ്ങനെ വന്ന് കുമ്പിട്ടാല് ഇങ്ങനെ അവരെ കേറിയിട്ട് ഇങ്ങനെ നക്കി കൊടുക്കുക. നക്കി കാലും പച്ചിലങ്കൊക്കെ ഉണ്ടല്ലോ, അരങ്ങേറ്റുണ്ടെന്ന് നക്കി. കൂട്ടുകാരെ, മനുഷ്യർക്ക് മാത്രം മതിയാ ഹെൽത്ത് ചെക്കപ്പ്? നോക്കിയേ, ബിംബങ്ങളുടെ ഹെൽത്ത് ചെക്ക് ചെയ്യണം. നോക്കിയേ, അതൊരു ഡോക്ടറല്ല, 2 ഡോക്ടർ വന്നിട്ട് കുറെ നാളായിട്ട് നിൽക്കണതല്ലേ. എന്തെങ്കിലും ഒന്ന് വന്നാൽ അതിന് മിണ്ടാൻ പോലും പറ്റൂല. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ചെക്ക് ചെയ്യണ ഡോക്ടർമാര് വല്ലാത്തി അത് തന്നെ അല്ലേ. മനുഷ്യർക്ക് മാത്രല്ല, മാസത്തിലൊരിക്കലും ബിംബങ്ങൾക്കും വേണമെന്നേ ഹെൽത്ത് ചെക്കപ്പ്. വല്ലാത്തി. കൂട്ടുകാരെ, നമ്മുടെ മോശം സമയത്ത് ഒരു നായിന്റെ മക്കളും വരില്ല എന്ന് പറയുന്നത് തെറ്റാ. നോക്കിയ നിങ്ങള്, അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി. വല്ലാത്തി.
കൂട്ടുകാരെ അയൽക്കൂട്ടത്തെ അമ്മായിമാര് പറഞ്ഞത് നിന്റെ ഭർത്താവിന് എന്തിനു കൊള്ളാന്ന് ഒന്നും നോക്കിയില്ല. അങ്ങനെ പറയാൻ പാടില്ലല്ല. എന്റെ ഭർത്താവിനെ കൊള്ളുന്ന കാര്യം നോക്കി നോക്കി അതിനിട്ടിട്ട് ചപ്പാത്തി വരുത്താൻ ഉപയോഗിച്ചേക്കുന്നു. അതിനൊന്നും മിണ്ടാൻ പോലും പറ്റില്ല. എങ്ങനെയാണ് ചപ്പാത്തി കൂടി വായ വെച്ചേക്കല്ലേ? കുറെ നേരം ഇങ്ങനെ ഇരിക്കല്ലേ കേട്ടോ. ചുക്കാമണി വല്ലാത്ത ഏതിയാവും. ഈ കുറുമ്പിനാരെ സാമ്പാറും കലത്തി കൊണ്ടിരുത്തിയത് സാമ്പാർ കഷ്ണാക്കാനാ? ഭക്തജനങ്ങൾ കൈയടിച്ചു കൊടുക്കും. സന്തോഷം വന്നോ വല്ലാത്ത എന്തൊക്കെ കാണണല്ലേ ഓരോ ദിവസം കഴിഞ്ഞു കൂട്ടെ. പിന്നീട് ഇവിടെ കുറുമ്പിക്കൊക്കെ ഇതൊക്കെ കണ്ടിട്ട് കൊതിയാവാ ചെമ്പി കയറിയിരിക്കാൻ. കുറുമ്പന്നല്ലേ വല്ലാത്തയാണ്. കൂട്ടുകാരൻ നമ്മളെവിടെ പോകുമ്പോഴും നമ്മളൊരു കൂട്ടുകാരനെ കൊണ്ടുപോകില്ലേ, അവനാണ് നമ്മുടെ കാര്യം. ചിലപ്പോ നമ്മൾ അവന് പ്രമോഷൻ കൊടുക്കും, നമ്മളെക്കാൾ മുന്നിൽ വരട്ടെ എന്ന് വിചാരിച്ചു. അല്ലാത്ത കൂട്ടുകാരെ മൂക്ക് കുത്താനുള്ള പുതിയ മെഷീൻ ഇറങ്ങിണ്ട് കേട്ടോ. വീട്ടിൽ നിന്നോണ്ടന്നെ മൂക്ക് കുത്തണ്ട, ജ്വല്ലറി പൊക്കോ. ഓ ഇത് ശൂലം കയറ്റിയ പോലായി മൂക്കില്. വല്ലാത്ത കൂട്ടുകാരെ ഒരുപാട് കാലത്തെ ആഗ്രഹത്തിന് ശേഷം ഒരു ഫ്രിഡ്ജ് മേടിച്ചിട്ട് അത് അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആണല്ലേ. എന്തൊരു സന്തോഷം. ഫ്രിഡ്ജ് മേടിച്ചപ്പോ ഫാന് കേടാക്കിയില്ലേ? എന്താണ് പറയണത്? ആർഭാടം വേണ്ടാന്ന് ഫാൻ കേടാക്കി. വല്ലാത്ത ഇതേതാ മുഖം മൂടിയിട്ട ദൈവം അനുഗ്രഹം കൊടുത്ത് തവളാച്ചിയായ അത്തള പിത്തള തവളാച്ചി ചുക്കുമരിക്കണ ചൂളാപ്പ പൊക്രവും ചാടി നടക്കും തവള കൊച്ചേട്ട. നിങ്ങൾക്ക് ആർക്കെങ്കിലും തവളാച്ചിയാവണമെങ്കിൽ ഈ മുഖം മൂടിയിട്ട് ദൈവത്തിന്റെ അടുത്ത് പോയാൽ മതി. വല്ലാത്യാദ്യവും. കൂട്ടുകാരെ ഹാസ്യത്തെ പോലത്തെ ഒരു കുറുമ്പൻ വയസ്സറിയിച്ചെന്നേ. അപ്പൊ മസാല പറ്റിയേക്കാ പുഴുങ്ങാൻ വേണ്ടിട്ട്. ഇതിന്റെ ഫുള്ള് ക്രെഡിറ്റ് മെഹന്തി ആർട്ടിസ്റ്റിനാ. മെഹന്തി ആർട്ടിസ്റ്റ് നോക്കിയേ, ആ ഷെഡിയുടെ ഡിസൈൻ നോക്കിട്ട് തന്നെ കാലുമ്മ മെഹന്തി ഇട്ട് കൊടുത്തിട്ട്. നിങ്ങളുടെ ഇടയിലും ആ ഒരു വല്ലാത്യാദി മെഹന്തി ആർട്ടിസ്റ്റ് ഉണ്ടാവല്ലോ, അവരൊന്ന് മെൻഷൻ ചെയ്യും. വല്ലാത്യാദി ആവട്ടെ. അഡ്വഞ്ചറൊക്കെ നല്ലതാന്നേ, പക്ഷെ പാമ്പ് കടിക്കാണ്ട് നോക്കണം. ഓക്കെ, പാമ്പ് ഒന്ന് ചുക്കാമണി കടിച്ചിട്ടുണ്ടോനെ ഓടി വന്നിട്ട് വെരിഫിക്കേഷൻ നടത്താ ചുക്കാമണി അവിടെ തന്നെ ഉണ്ടോന്ന്. പാമ്പുള്ളടത്ത് നിങ്ങൾ അഡ്വഞ്ചർ കാണിക്കാൻ പോവില്ല കേട്ടോ, ചുക്കാമണി പോവും. വല്ലാത്യാദി. ഒരു വിനോദയാത്രക്ക് പോകുമ്പോ ഡിസ്കും പാട്ടിടാണ്ട് കാളിയമ്മയുടെ പാട്ടിട്ടല്ലേ. ഇതിന് കാളിയമ്മ കയറിയുണ്ടായില്ലേ? ഈ കാളിയമ്മാണെങ്കിൽ പിടിച്ചോടത്ത് നിൽക്കണൂല്ലേ? എന്തിനിങ്ങനൊക്കെ ചെയ്യണേ? നല്ലൊരു പാട്ടിടൂടെ? അതിന്റെ ഇടയിൽ കാളിയമ്മയുടെ പാട്ടിട്ടേക്ക്. വല്ലാത്യാദിയാണ്. കൂട്ടുകാരെ, ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇടയിൽ വേണ്ടത് സ്നേഹവും കരുതലാട്ടോ. ഭാര്യ കിടന്നുറങ്ങാണ്, ഫോൺ നോക്കിയിട്ട് ഉറങ്ങിപ്പോയി പാവും. അപ്പൊ ഭർത്താവ് വന്നിട്ട് ആ ഫോണൊക്കെ മാറ്റി വെക്കാണ്. അദ്ദേഹം മെലിഞ്ഞിട്ടാണ്, പക്ഷെ ഭാര്യ കുറച്ച് തടിച്ചിട്ടാണ്. പക്ഷെ പ്രണയത്തിൽ അതൊന്നും യാതൊരു തടസ്സമല്ല കേട്ടോ. അദ്ദേഹത്തിന്റെ ഭാര്യയെ പൊന്നു പോലെയാണ് അദ്ദേഹം. മുഖത്ത് വെള്ളം ഒഴിച്ചില്ലേ ഉറങ്ങണ ഭാര്യയുടെ? എന്തിനിപ്പോ ഇത്ര കെയർ കാണിക്കാൻ നിക്കണേ? ഹലോ മാഡം, പ്ലീസ് ഫോർഗീവ് ഹിം. ഈസ് ദ ഓൺലി വൺ ട്രൈങ് ടു ഹെൽപ്പ് യു. അല്ലെങ്കിൽ വല്ലാത്തിയോ. കൂട്ടുകാരെ, സർപ്രൈസായി നാട്ടിലോട്ട് കെട്ടി പറഞ്ഞു വീണ് അല്ലേ? കയ്യൊടിഞ്ഞ ഒരു സർപ്രൈസിനായിട്ട് വന്നപ്പോ കയ്യൊടിച്ചു വെച്ചു. സർപ്രൈസായിട്ട് ഉമ്മമാര് മക്കളെ കാണുമ്പോ ഭയങ്കര സന്തോഷം തന്നെയാണല്ലേ. പിന്നെ കയ്യും കൂടി ഒടിഞ്ഞാൽ എന്താവും? ഉമ്മമാര് ആ ഉമ്മ നോക്കിയ കരയാണ് സന്തോഷം കൊണ്ട്. ഒന്നാമത് ഈ മഴക്കാലത്തൊന്നും സർപ്രൈസായി നാട്ടി വരല്ലേ, തെന്നി വീണ് കയ്യൊടിയാൻ വേണ്ടിയിട്ട്. ഒരു വല്ലാത്ത സർപ്രൈസായി വന്നേക്കാം കുറുമ്പൻ. കൂട്ടുകാരെ, തന്റെ ഡെലിവറി ജോലിയുടെ തിരക്കിലിടയിലും ഒരു മരണം കേട്ടപ്പോൾ ഓടിയെത്തിയിട്ടോ. ഇതൊക്കെയാണ് ശരിക്കും നമ്മൾ മനുഷ്യർ ശ്രദ്ധിക്കണ്ടേ. നോക്കിയടന്നില്ലെങ്കിൽ വല്ലാത്ത പോലീസുകാരാണ് തമാശ. നിന്നെ ഇടിച്ചിടിച്ച് മന്ത്രിയാക്കുന്നു.